നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഓസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 10ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ 9ാമത്തെ എപ്പിസോഡിൽ അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് തുടരാം. സിഡ്നിയിൽ നിന്നും മെൽബോണിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമികളും കാടുകളുമൊക്കെ ആയിട്ടാണ് ഓസ്ട്രേലിയ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ മെൽബോൺ എയർപോർട്ടിലെ ഫൈനൽ അപ്രോച്ചിലേക്കായി കഴിഞ്ഞു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. ഈ യാത്രയിൽ ഉടനീളം കുറേ ഭാഗങ്ങൾ തരിശുഭൂമിയും മറ്റു ചില ഭാഗങ്ങൾ വനപ്രദേശങ്ങളുമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ വിമാനം നല്ലൊരു സ്മൂത്ത് ലാൻഡിങ് മെൽബോൺ എയർപോർട്ടിൽ ചെയ്തു കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു ലാൻഡിങ് ആയിരുന്നു ഇത്. മെൽബോൺ എയർപോർട്ടാണ് പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയയുടെ തലസ്ഥാനമായ മെൽബൺ നഗരത്തിന് സേവനം നൽകുന്ന പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് 1972 മുതൽ ടുളുമറിൻ വിമാനത്താവളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിമാനത്താവളം. ഇന്നിത് മെൽബോൺ വിമാനത്താവളമാണ്. ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ യാത്രക്കാരുടെ ഗതാഗതവും ഇവിടെയുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ വിമാനത്താവളത്തിൽ പാർക്കിംഗ്, ഷോപ്പിംഗ്, ഡൈനിങ് എന്നിവയുമുണ്ട്. 1970 തുറന്ന ഈ വിമാനത്താവളം എസൻഡൻ വിമാനത്താവളത്തിന് പകരമായി നിലവിൽ വന്നു. വിക്ടോറിയയ്ക്ക് സേവനം നൽകുന്ന ഏറ്റവും ഏകവുമായ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മെൽബോൺ വിമാനത്താവളം. വിമാനത്താവളത്തിൽ 4 ടെർമിനലുകൾ ഉണ്ട്. ഒരു അന്താരാഷ്ട്ര ടെർമിനൽ, 2 ആഭ്യന്തര ടെർമിനലുകൾ, ഒരു ജെറ്റ് ആഭ്യന്തര ടെർമിനൽ കൂടിയുണ്ട്. നഗര മധ്യത്തിൽ നിന്ന് 18 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ടുളാമറിൻ എന്ന പ്രാന്തപ്രദേശത്തോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളത്തിന് അതിൻ്റേതായ ഒരു പ്രാന്തപ്രദേശമുണ്ട്. അതിൻ്റേതായ പോസ്റ്റ് കോഡും ഉണ്ട്. നിലവിൽ 2741 ഏക്കർ വിസ്തൃതിയിൽ വിമാനത്താവളം ഉൾക്കൊള്ളുന്നു. ഇത് മെൽബോണിനെ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാക്കി മാറ്റി. ഇറങ്ങിയ ഞാൻ അറൈവൽ ഹാളിലേക്ക് പോവാണ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയത് കാരണം ഇവിടെ എമിഗ്രേഷൻ്റെ പ്രശ്നങ്ങളും മറ്റും ഒപ്പിക്കുന്നില്ല. ഒരു ബാഗേജ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതും കളക്ട് ചെയ്തുകൊണ്ട് ഞാൻ വെളിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ. വെളിയിൽ വന്ന് എനിക്ക് ഇവിടെ നിന്നും ഒരു ബസ് സർവീസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ താമസ സ്ഥലം ഒരുക്കിയിരിക്കുന്ന പട്ടണത്തിന് തൊട്ടടുത്ത് വരെ എത്തുന്ന ഒരു ബസ് സർവീസ് വിടുന്നുണ്ട്. അതിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ടിക്കറ്റ് എടുത്തു. ഞാൻ ആ ബസ്സിൽ കയറുകയും ചെയ്തു. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു ബസ്. 2 നില ആണ് ഈ ബസ്. മുകളിലും പാസഞ്ചേഴ്സിന് ഇരിക്കാം. ഞാൻ താഴത്തെ നിലയിൽ തന്നെ സ്ഥലം പിടിച്ചു. മെൽബോൺ സിറ്റി സെൻട്രൽ തന്നെയുള്ള ബെസ്റ്റ് വെസ്റ്റേൺ എന്ന ഹോട്ടലിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഏകദേശം അടുത്ത 7 ദിവസം എനിക്കിവിടെ തങ്ങേണ്ടതായിട്ടുണ്ട്. റൂമിലെത്തിയ ഞാൻ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം വെളിയിലേക്ക് പോകണം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. ഈ റൂമാണ് എനിക്ക് അടുത്ത 7 ദിവസത്തേക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ബസ് സ്റ്റേഷൻസ് കിട്ടും, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലാവിധ സൗകര്യമുണ്ട്. കുറേ സമയത്തിന് ശേഷം ഞാൻ വെളിയിലിട്ടിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് ഇവിടുത്തെ ചുറ്റുപാടും ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കുള്ള സോളോ യാത്രയല്ലേ, അപ്പോൾ സമയം ഇഷ്ടം പോലെ കിട്ടും. മറ്റുള്ള ഐറ്റിനറി ഒന്നും നമുക്ക് നോക്കേണ്ടതായിട്ടില്ലല്ലോ. ഏതായാലും വെളിയിൽ വന്ന് അതെല്ലാം ഒന്ന് വീക്ഷിക്കാനും റെക്കോർഡ് ചെയ്യാനും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇനി എൻ്റെ അടുത്ത ട്രിപ്പ് നാളെയാണുള്ളത്. നാളെ രാവിലെ തന്നെ ഇവിടുത്തെ മെയിൻ ഒരു ട്രിപ്പാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫിലിപ്പ് ഐലൻഡും പെൻഗ്വിൻ പരേഡ് തുടങ്ങിയ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാളത്തെ എൻ്റെ രാവിലത്തെ ട്രിപ്പ് ആണ് ഉള്ളത്. അതിന് മുൻപായിട്ട് പ്രാന്തപ്രദേശങ്ങളും ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളും മറ്റും ഒന്ന് കാണാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടി ഇറങ്ങി. നഗരത്തിലൂടെ നടക്കുന്നതിന് ഒറ്റയ്ക്ക് നടന്നപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. കാൽനട യാത്രക്കാരെ അത്ര കൂടുതലായിട്ട് ഒന്നും കാണാനില്ല. എങ്കിലും ഞാൻ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കറങ്ങി നടക്കാൻ തന്നെ തീരുമാനിച്ചു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഇന്ത്യൻ ഫുഡിനോട് അനുബന്ധിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ കാണാൻ സാധിച്ചു. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമായിട്ട് ബന്ധപ്പെട്ട നിത്യജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും എനിക്കിവിടെ കാണാൻ സാധിച്ചു. തെരുവിലൂടെ കുറേ ആൾക്കാർ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എടുത്തിരിക്കുന്ന ആ റൂമിൻ്റെ ബെസ്റ്റ് വെസ്റ്റേൺ റൂമിൻ്റെ തൊട്ടടുത്ത് നിന്നുള്ള വെളിയിലിട്ടിറങ്ങി ഒരു 50 മീറ്റർ നടന്നാൽ കാണാവുന്ന കാഴ്ചകളാണ് ഇതെല്ലാം.
സിഡ്നിയിൽ ഞാൻ കണ്ട് അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ സിഡ്നിയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും സാധിക്കാമായിരുന്നു. ഷോപ്പിംഗ് ആണെങ്കിലും ബസ്സിനകത്ത് പോകണമെങ്കിലും ട്രെയിനാണെങ്കിലും എല്ലാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മാത്രം മതി. അതൊന്ന് സ്വാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലായിടത്തും വാലിഡിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ സാധിക്കുകയില്ല. ഇതിനൊരു പ്രത്യേക കാർഡുണ്ട് ഇവിടെ. ആ കാർഡ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യണം. നമ്മുടെ ഈ ATM കാർഡ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ കാർഡ് പോലെ ഏതായാലും ഒരു ചെറിയ കാർഡ് ഉണ്ട്. അതാദ്യം നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ട്രാമ്പ്, ബസ്, ട്രെയിൻ, ടാക്സി പറ്റില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങൾക്കും നമുക്ക് പോകാൻ പറ്റും. അതിനടുത്ത ദിവസം രാവിലെ തന്നെ എൻ്റെ ട്രിപ്പുകൾ ആരംഭിച്ചു. ഇന്നത്തെ എൻ്റെ ട്രിപ്പിലെ ഗൈഡ് കമീലെ എന്ന ഒരു യുവതിയാണ്. അവരോടൊപ്പം ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇന്നത്തെ യാത്രയിൽ വിക്ടോറിയയിലെ ഫിലിപ്പ് ദ്വീപിലെ സമ്മർലാൻഡ് പെനിൻസുലയുടെ തലയിൽ സ്ഥിതി ചെയ്യുന്ന നോബീസ് ഓഷ്യൻ ഡിസ്കവറി സെൻറ്റർ ഒന്ന് സന്ദർശിക്കണം. ഓസ്ട്രേലിയ തന്നെ ഏറ്റവും വലിയ ഫാർസിൻ കോളനിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്വകാര്യ സംരംഭ വികസന കേന്ദ്രമാണ് അത്. ലോകപ്രശസ്തമായ പെൻഗ്വിൻ പരേഡും ദ്വീപിനെ മറ്റു സംരക്ഷണങ്ങളും മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കൈകാര്യം ചെയ്യുന്ന ഫിലിപ്പ് ഐലൻഡ് നേച്ചർ പാർക്ക് കെട്ടിടവും ഒന്ന് സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കമീലയുടെ സംഭാഷണത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാം. Neither Melbourne or Sydney is the capital of Australia. We kind of split the difference, and yet we still have this rivalry with our dear friends in Sydney. Now, if you're asking me, look, they are both fantastic cities. There is no lie about it. And Sydney is absolutely stunning. And it, of course, has these beautiful sites that are known all over the world. Of course, I'm talking about the Sydney Opera House, the Harbour. These three things in order to really make the most of your time here in Melbourne. Now, in terms of arts, you may have seen, even just driving around, you'll see that we've got street art absolutely everywhere. And although it's technically not legal, we are pretty famous for some of our street art, and as such, we kind of tend to turn a blind eye and in fact even celebrate it. You may have seen that we do have some designated laneways in Melbourne to some of our street art culture. So I really recommend getting lost in Melbourne and having a little wander in some of our wonderful laneways, such as Hosier Lane or ACDC Lane, to really get a little bit of a glimpse at some of the street art that we have in Melbourne. And if street art isn't really your thing, you may wish to visit the NGV, the National Gallery of Victoria. Fantastic gallery. And I would especially recommend that you go and visit the gallery for their beautiful collection of Aboriginal work. Our foodie scene here in Melbourne, so that you can try a whole variety of cuisines. Maybe there is something that isn't offered back in your home country, or something you've been meaning to try. I really recommend making the most of the wide array of options that we have here in Melbourne. You should definitely be eating well while you are here. Now, we of course have a fantastic Chinatown on Little Bourke Street. I definitely recommend checking it out. It is, in fact, the longest running Chinatown in the world. So you'll have some fantastic restaurants that you can go and check out there. We also have another famous street which is called Lygon Street, spelt Lygon. That is just north of Melbourne CBD. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടുമായി സഹകരിച്ച് ഫിലിപ്പ് ഐലൻഡ്സ് നേച്ചർ പാർക്കുകൾ തെക്കൻ സമുദ്രങ്ങളെയും അന്റാർട്ടിക്കയെയും കുറിച്ച് സന്ദർശകരെ അറിയിക്കുന്ന ഒരു പുതിയ ലക്ഷ്യസ്ഥാനം വികസിപ്പിച്ചെടുത്തു.
കൂടാതെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിനടിയിലേക്ക് സന്ദർശകരെ കൊണ്ടുപോകുന്ന സമഗ്രമായ ഒരു 3D ഓഡിയോ വിഷൻ അനുഭവം അവിടെ ഉണ്ട്. ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ നിന്നും ഈ സ്ഥലത്തെ നിർവചിക്കുന്ന കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും അവിശ്വസനീയമായ ശക്തിയിൽ നിന്നും ഇത് പ്രചോദനം ഉൾക്കൊള്ളുന്നു. പ്രദർശനം നാടകീയവും അധ്യാപനപരവുമാണ്. നമ്മുടെ പ്രകൃതി ലോകത്തെയും തെക്കൻ സമുദ്രങ്ങളിലെ ജീവിതത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന, അത്ഭുതങ്ങൾ ഉയർത്തുന്ന ഒരു സ്ഥലം. സന്ദർശക കേന്ദ്രത്തിൻ്റെ പ്രധാന ഹാളിൽ നിന്നും പ്രദർശനത്തിലേക്ക് പ്രവേശിച്ച് മുൻപ് ബേസ്മെൻ്റ് ആയിരുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുന്നു. ഈ ഇറക്കം സന്ദർശകനെ പുറം ലോകവുമായിട്ടുള്ള ഏതൊരു ഇന്ദ്രിയ ബന്ധത്തിൽ നിന്നും വേർപെടുത്തി മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ മനോഹരമായ കാഴ്ചകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.